എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. സ്വർണം വെള്ളി ഇറക്കുമതിക്ക് അധികാരമുള്ള ബാങ്കുകളുടെ പട്ടിക പുതുക്കിയിരിക്കുകയാണ് സർക്കാർ. ഇരു ലോഹങ്ങളുടെയും ഇറക്കുമതി തടസ്സപ്പെടുമെന്നുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് കേന്ദ്രം ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകൾക്ക് 31 വരെ മാത്രമായിരുന്നു സ്വർണ്ണ വെള്ളിയും ഇറക്കുമതി ചെയ്യുവാൻ അനുമതി ഉണ്ടായിരുന്നത്. പുതിയ വിജ്ഞാപനം വൈകിയതിനാൽ ബാങ്കുകൾ വിദേശ ഓർഡറുകൾ നിർത്തിവെക്കുകയും തുറമുഖങ്ങളിൽ ചരക്കുകൾ കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇത് ലോഹങ്ങളുടെ വില വലിയ തോതിൽ കുതിക്കുവാൻ കാരണമാകുമെന്നുള്ള തരത്തിലുള്ള ആശങ്കകളും ശക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രം ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഔദ്യോഗിക ഉത്തരവ് ഇല്ലാത്തതിനാൽ ഏപ്രിൽ 1 മുതൽ ഏകദേശം 5 ടൺ സ്വർണവും 8 ടൺ വെള്ളിയും ഇന്ത്യൻ കസ്റ്റംസിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത് വിപണിയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. വാണിജ്യ മന്ത്രാലയത്തിന്റെ പുതിയ വിജ്ഞാപന പ്രകാരം 15 ബാങ്കുകൾക്ക് സ്വർണവും വെള്ളിയും ഇറക്കുമതി ചെയ്യാവുന്നതാണ്. 2 ബാങ്കുകൾക്ക് സ്വർണം മാത്രം ഇറക്കുമതി ചെയ്യുവാനും അനുമതിയുണ്ട്. ഈ അനുമതി 2026 ഏപ്രിൽ 1 മുതൽ 2029 മാർച്ച് 31 വരെയാണ് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ഡോയ്ച്ചെ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അതോടൊപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ICICI ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് 2 ലോഹങ്ങളും ഇറക്കുമതി ചെയ്യുവാൻ അനുമതിയുള്ളത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും സബർ ബാങ്കിനും സ്വർണം മാത്രമാണ് ഇറക്കുമതി ചെയ്യുവാൻ അനുമതി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേക സാമ്പത്തിക മേഖലകളിലോ കയറ്റുമതി അധിഷ്ഠിത യൂണിറ്റുകളിലോ ഇല്ലാത്ത ഇറക്കുമതിക്കാർക്ക് വിലയേറിയ ലോഹങ്ങൾ ഇറക്കുമതി ചെയ്യുവാൻ ഇനി പ്രത്യേകം സർക്കാർ ലൈസൻസുകൾ ആവശ്യമാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ചരക്ക് നീക്കത്തിലുള്ളവർക്ക് പോലും മാറ്റത്തിന്റെ കാലയളവ് അനുവദിച്ചിട്ടില്ല. അക്ഷയ തൃതീയ അടുത്തെത്തിയതും ബാങ്കുകൾക്ക് ഇറക്കുമതി തടസ്സം നേരിട്ടതും ആഭ്യന്തര വില വർധനവിനെ കുറിച്ച് ആശങ്കകൾ ഉയർത്തിയിരുന്നു. ഇറക്കുമതി നിയന്ത്രിച്ചതിനാൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ലഭ്യത കുറയുമെന്നും അതുവഴി വില ഉയരുമെന്നായിരുന്നു ആശങ്ക ഉണ്ടായിരുന്നത്. അതേസമയം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിക്കുകയാണ്. 1 പവൻ സ്വർണം വാങ്ങുവാൻ 1.13 ലക്ഷം രൂപയാണ് വിലയുള്ളത്. ഇറാൻ US സമാധാന ചർച്ചകളിൽ ഉണ്ടായ പുരോഗതിയാണ് ഇപ്പോഴത്തെ സ്വർണ്ണ കുതിപ്പിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും പൂർണ്ണമായിട്ടും കരാറിൽ എത്തുന്നതോടുകൂടി ക്രൂഡ് ഓയിൽ വില കുറയുവാൻ കാരണമാകുന്നതാണ്. ഇത് ഡോളറിന്റെ മൂല്യത്തിൽ ഇടിവിന് വഴിവെച്ചേക്കാവുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.